നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു. മുകുന്ദനുണ്ണിയുടെ പറമ്പും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത ഭൂമിയും തിരഞ്ഞ് ഒന്നും കിട്ടാതെ പോലീസും നാട്ടുകാരും തിരിച്ചു വന്നു. അതിനകം ദേവയാനിയെ മുകുന്ദനുണ്ണി ഡാമിൽ തള്ളിയതാണ് എന്ന ശ്രുതി പടർന്നു കഴിഞ്ഞിരുന്നു. 2 പോലീസുകാരെ സ്ഥലത്ത് നിർത്തി ബാക്കി പോലീസുകാർ തിരിച്ചുപോയി. നാട്ടുകാരിൽ ചിലർ ഡാമിലേക്ക് പോയി. മുറ്റത്ത് കുഞ്ഞുമോനും ചന്ദ്രദാസിന്റെ ഗുണ്ടകളും 4-5 അയൽക്കാരും മാത്രമായി. വരാന്തയിലിരുന്ന ചന്ദ്രദാസ് വാച്ചിലേക്ക് നോക്കി. സമയം 5 മണി. അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. 3 കുട്ടികളും വാടിയ ചേമ്പുന്തണ്ട് പോലെ കട്ടിലിൽ കിടക്കുകയാണ്. മക്കളെ, ചന്ദ്രദാസ് അലിവോടെ വിളിച്ചു. ആരും വിളി കേട്ടില്ല. മോളെ, നീ അവർക്ക് കുറച്ച് വെള്ളമെങ്കിലും കൊടുക്ക്, അയാൾ വന്ദനയോട് പറഞ്ഞു. അമ്മയെ കണ്ടോ? വൃന്ദ കൈകുത്തി എഴുന്നേറ്റിരുന്നു. നിങ്ങളോട് ഞാൻ എന്താ മക്കളെ പറയേണ്ടത്? നിങ്ങളുടെ അമ്മയെ അയാൾ ഇവിടെ എങ്ങുമല്ല കുഴിച്ചിട്ടത്. വന്ദന എഴുന്നേറ്റിരുന്നു. പോലീസിനെയും നാട്ടുകാരെയും പറ്റിക്കാനാ അവൻ അങ്ങനെയൊരു നാടകം കളിച്ചത്. ബോഡി താഴ്ത്തിയത് ഡാമിലാണത്രേ. ഇന്നലെ രാത്രി 1 മണിക്ക് മുകുന്ദൻ്റെ വണ്ടി ഡാം റോഡിലൂടെ വന്നതും 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചുപോയതും കണ്ടവരുണ്ട്. ഡാമിൻ്റെ തീരത്ത് താമസിക്കുന്ന സേവ്യർ പോലീസിന് മൊഴി കൊടുത്തു. പോലീസ് ഇപ്പോൾ ഡാമിൽ തിരച്ചിൽ തുടങ്ങി. കാൽമുട്ടിൽ നെറ്റി ചേർത്ത് വന്ദന വാവിട്ട് കരഞ്ഞു. വൃന്ദയും കൂടെ കരയാൻ തുടങ്ങി. മുകുന്ദൻ ഈ പരിസരത്ത് എവിടെയോ ഒളിച്ചിരിപ്പുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അയാളുടെ മൊബൈൽ ഇവിടുത്തെ ടവറിന്റെ പരിധിയിലാണ്. എനിക്ക് തോന്നുന്നത് കളരിക്കൽ വീടിന്റെ മച്ചിൽ അയാൾ കാണുമെന്നാ. അവിടിപ്പോ ആൾപ്പാർപ്പില്ലല്ലോ. വീടിന്റെ കീ മുകുന്ദന്റെ കയ്യിലും. അച്ഛൻ നമ്മളെയും കൊല്ലുവോ ചേച്ചി? വന്ദനയെ പിടിച്ച് വൃന്ദ ഉലച്ചു. എൻ്റെ അച്ഛൻ ആരെയും കൊല്ലൂല, ഉണ്ണിമോൾ പിറുപിറുത്തു. സന്ധ്യയാവുന്നതിന് മുമ്പ് നമുക്കിവിടെ നിന്ന് പോകാം മക്കളെ. ഇരുട്ട് വീണാൽ വെട്ടുകത്തിയുമായി അയാൾ പിശാചിനെ പോലെ വരും. എന്നെയും നിങ്ങളെയും കൊന്നിട്ടേ അയാൾ പോലീസിന് കീഴടങ്ങൂ. ചന്ദ്രദാസ് വന്ദനയുടെ ചുമലിൽ കൈവച്ചു. കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ പറഞ്ഞിട്ടാ CI പോയത്. അച്ഛൻ പറയുന്നത് മക്കളനുസരിക്ക്. ഇത് മുകുന്ദൻ്റെ വീടാ. ഇവിടെ വെച്ചാ അയാൾ നിങ്ങളുടെ അമ്മയെ കൊന്നത്. നമുക്ക് അച്ഛൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോകാം. അവിടെ വന്ന് മുകുന്ദൻ നമ്മളെ ഒന്നും ചെയ്യില്ല. കാവലിന് പോലീസുകാരുണ്ടാവും. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരുണ്ട്. ക്വാർട്ടേഴ്സിന് ചുറ്റും അവർ കാവൽ നിൽക്കും. വന്ദന നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അയാളെ നോക്കി. ഇത്രയും കാലം നിങ്ങളെ ഞാൻ വളർത്തിയില്ലെന്നേ ഉള്ളൂ. എൻ്റെ ചോരയിൽ പിറന്ന മക്കളല്ലേ നിങ്ങൾ? ചന്ദ്രദാസ് കണ്ണു തുടച്ചു. നിങ്ങൾ അനാഥരല്ല. ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്കൊരാപത്തും വരാതെ ഞാൻ സംരക്ഷിക്കും. മോള് കുറച്ച് ധൈര്യം കാണിക്ക്. അനിയത്തിമാരെയും കൂട്ടിവാ. ചന്ദ്രദാസ് ധൃതിയിൽ പുറത്തേക്ക് പോയി. അങ്കിളിൻ്റെ കൂടെ നമുക്ക് പോകാം ചേച്ചി. അല്ലെങ്കിൽ രാത്രി അച്ഛൻ വരും. കളരിക്കല് അച്ഛൻ പതുങ്ങിയിരിപ്പുണ്ട്. എനിക്ക് പേടിയാവുന്നു ചേച്ചി. വൃന്ദ വന്ദനയെ ചുറ്റിപ്പിടിച്ചു. നമ്മുടെ അച്ഛൻ നമ്മളെ കൊല്ലൂല വൃന്ദേ. ഉണ്ണിമോൾ എഴുന്നേറ്റിരുന്നു. മിണ്ടി പോവല്ല നീ. കൊല്ലും. നമ്മളെയെല്ലാം അച്ഛൻ കൊല്ലും. വൃന്ദ വന്ദനയെ തള്ളി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എണീക്ക് ചേച്ചി, ഇരുട്ടുന്നതിന് മുമ്പ് പോകാം. വരാൻ പോകുന്നത് രാത്രിയാണെന്ന് നടുക്കത്തോടെ വന്ദന ഓർത്തു. ഭയപ്പെടുത്തുന്ന രാത്രി. ഇരുട്ടിൻ്റെ മറപറ്റി അച്ഛൻ വരില്ലെന്ന് എന്തുറപ്പാണുള്ളത്? ഈ പരിസരത്ത് എവിടെയോ അച്ഛനുണ്ട്. അച്ഛന് മക്കൾ ഭ്രാന്താണ്. അവരെ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായാൽ കൊന്നുകളയാനും മടിക്കില്ല. എന്നിട്ട് അച്ഛനും ജീവൻ ഒടുക്കും. മരിക്കാൻ ഭയമില്ല. പക്ഷേ ജീവിക്കാൻ കൊതിക്കുന്ന വൃന്ദയുടെയും ഉണ്ണിമോളുടെയും മുഖത്ത് നോക്കുമ്പോൾ നെഞ്ച് പിളർന്നു പോവുകയാണ്. അവരെയും കൊണ്ട് രക്ഷപ്പെട്ടു പോയേ തീരൂ. കൂടെ കൊണ്ടുപോകുന്നത് അന്യനല്ലല്ലോ, ജന്മം തന്ന മനുഷ്യനല്ലേ. വൃന്ദ കട്ടിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ദനയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഇറങ്ങി വാ ചേച്ചി. വന്ദന കട്ടിലിൽ നിന്നിറങ്ങി. ഉണ്ണിമോളെ അവൾ പിടിച്ചു. എണീക്കുമോളെ. ഞാൻ വരൂല. അച്ഛൻ വരാതെ ഞാൻ വരൂല. വന്ദനയുടെ നിയന്ത്രണം വിട്ടു. വരില്ലെന്നോ? മരിക്കാനാണോടി നീ തീരുമാനിച്ചിരിക്കുന്നേ? ജീവനും കൊണ്ട് ഞങ്ങൾ പോവുക. മുറിയിലേക്ക് വന്ന ചന്ദ്രദാസ് അത് കേട്ട് ഉള്ളാലെ ചിരിച്ചു. വാ ഉണ്ണിമോളെ, ഞങ്ങൾ പോവും. പിന്നെ നീ തനിച്ചാവും. വൃന്ദ ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വരൂ മക്കളെ, പോലീസ് നായ ഉടനെ വരും. അതിനു മുമ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോലീസ് പറഞ്ഞു. ചന്ദ്രദാസ് തിടുക്കം കാണിച്ചു.
പോലീസ് നായ എന്ന് കേട്ടപ്പോൾ ഉണ്ണിമോളുടെ മുഖത്ത് ഭയം നിഴലിച്ചു. വന്ദന ഉണ്ണിമോളെ പിടിച്ചിറക്കി. വേഗം ചെന്ന് ബാഗിനുള്ളിൽ നിന്ന് പേഴ്സ് എടുത്തു. ഫോൺ തിരഞ്ഞിട്ട് കിട്ടിയില്ല. മുറ്റത്ത് നിന്നവർ ആ കാഴ്ച കണ്ടു. ചന്ദ്രദാസിൻ്റെ കൂടെ മുകുന്ദനുണ്ണിയുടെ 3 മക്കളും ഇറങ്ങി വരുന്നു. നടുവിൽ വന്ദന. അവൾ ഉണ്ണിമോളെ ദേഹത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. വൃന്ദ വന്ദനയുടെ അരയിലും കൈ ചുറ്റിയിരിക്കുന്നു. ചുവന്ന സ്കോർപിയോ പിന്നോട്ടെടുത്ത് മുന്നോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. വന്ദന ആരെയും നോക്കിയില്ല. കുട്ടികളുമായി അവൾ പടിയിറങ്ങി. വേഗം ചെന്ന് ചന്ദ്രദാസ് വണ്ടിയുടെ ഡോർ തുറന്നു. ഒരു ഓട്ടോറിക്ഷ ഗേറ്റിലേക്ക് കയറി വന്നത് പെട്ടെന്നായിരുന്നു. അതിൽ നിന്ന് മുകുന്ദനുണ്ണി ഇറങ്ങിയതും ചന്ദ്രദാസ് പതറിപ്പോയി. ചേച്ചി, അച്ഛൻ! പേടിച്ച് കരഞ്ഞ് വൃന്ദ വന്ദനയെ പിടിച്ചു. കാറ്റ് പിടിച്ചതുപോലെ വന്ദന നിന്ന് വിറച്ചു. പരിഭ്രാന്തനായി മുകുന്ദനുണ്ണി ഓടി വന്നതും ചന്ദ്രദാസിൻ്റെ അരികിൽ ഗുണ്ടകൾ അണിനിരന്നു. അച്ഛാ! ഉറക്കെ വിളിച്ചുകൊണ്ട് ഉണ്ണിമോൾ മുന്നോട്ട് ചലിച്ചെങ്കിലും വന്ദന അവളെ പിടിച്ചു നിർത്തി. എൻ്റെ മക്കളെ! മുകുന്ദനുണ്ണി ഹൃദയം പൊട്ടി വിളിച്ചു. ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്! എവിടെ നിന്നോ ഒരു ധൈര്യം വന്ദനയിൽ പാഞ്ഞു കയറി. മോളെ! മുകുന്ദനുണ്ണി തറഞ്ഞു നിന്നു. അച്ഛനെ ഞങ്ങൾക്ക് പേടിയാ. അമ്മയെ കൊന്നതുപോലെ അച്ഛൻ ഞങ്ങളെയും കൊല്ലും. വൃന്ദ ഉറക്കെ കരഞ്ഞു. നിങ്ങളുടെ അമ്മയെ ഞാൻ കൊന്നിട്ടില്ല മക്കളെ. അച്ഛനതിന് കഴിയുമോ? ആര് പറയുന്നതും അച്ഛൻ്റെ മക്കൾ വിശ്വസിക്കരുതേ. അയാൾ കരഞ്ഞു. എങ്കിൽ ഞങ്ങളുടെ അമ്മ എവിടെ? അച്ഛൻ അറിയില്ല മക്കളെ. ചന്ദ്രദാസ് മുന്നോട്ട് വന്നു. അവരുടെ ചോദ്യത്തിന് ഉത്തരം നീ പറയണം മുകുന്ദനുണ്ണി. അവർക്ക് വേണ്ടത് അവരുടെ അമ്മയെയാ. അവളെ ഇനി ഇവരുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ നിനക്കിനി കഴിയുമോ? വെട്ടിപ്പിളർന്ന് വയറ്റിൽ കല്ല് കെട്ടി ഡാമിൽ താഴ്ത്തിയില്ലേടാ മഹാഭാവി. എന്നിട്ട് അഭിനയവുമായി ഇവരുടെ മുന്നിലേക്ക് തന്നെ വന്നിരിക്കുന്നു. എടാ! മുകുന്ദനുണ്ണി കാട്ടുമൃഗത്തെ പോലെ മുന്നോട്ട് കുതിച്ചതും ഗുണ്ടകൾ ചന്ദ്രദാസിൻ്റെ മുന്നിൽ കയറി. അച്ഛാ! ഉണ്ണിമോൾ നിലവിളിച്ചു. എൻ്റെ മക്കളെ ഞാൻ കൊണ്ടുപോവുകയാ. നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിനക്ക് കൊല്ലാൻ ഞാനിവരെ എറിഞ്ഞു തരില്ല. കേറു മക്കളെ വണ്ടിയിൽ. വൃന്ദ ഭയത്തോടെ മുകുന്ദനുണ്ണിയെ നോക്കി വണ്ടിയുടെ നേരെ വന്ദനയെ തള്ളി. വേഗം പോവാം ചേച്ചി. ഇവൻ ചതിയനാ മക്കളെ. ഇവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ദേവുവിനെ അച്ഛൻ കൊണ്ടുവരും. എൻ്റെ മക്കൾ അച്ഛനെ വിശ്വസിക്കുക. മുകുന്ദനുണ്ണി നെഞ്ചിലടിച്ച് പറഞ്ഞു. നിന്റെ മക്കളോ? നിനക്കവർ അമ്മയുടെ ഘാതകനാ, കൊലയാളി. എന്ത് വിശ്വസിച്ച് അവർ നിന്റെ കൂടെ ജീവിക്കുമെടാ? ഇനി പോലീസിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ? ഡാമിൽ തിരച്ചിൽ തുടങ്ങി. എന്നെ തിരഞ്ഞതുപോലെ ആവില്ല. ദേവുവിൻ്റെ ശവം കണ്ടെത്തും. അത് നിനക്കും അറിയാം. അതിനു മുമ്പ് ഈ കുഞ്ഞുങ്ങളെ കൂടി നിനക്ക് തീർത്ത് കളയണം അല്ലേടാ? മുകുന്ദനുണ്ണി ചന്ദ്രദാസിന് നേരെ കുതിച്ചു കയറിയതും 4 ഗുണ്ടകളും ചേർന്ന് അയാളെ മുറ്റത്തേക്ക് തള്ളി വീഴ്ത്തി. അച്ഛാ! ഉണ്ണിമോൾ പിടഞ്ഞെങ്കിലും വന്ദന പിടിവിട്ടില്ല. പോലീസുകാർ ഓടി വന്നു. മുകുന്ദനുണ്ണിയെ കടന്നു പിടിച്ചു നിർത്തി. എൻ്റെ മക്കളെ നീ കൊണ്ടുപോവില്ലടാ. പോലീസുകാരുടെ കയ്യിൽ കിടന്ന് മുകുന്ദനുണ്ണി കുതറി. ചന്ദ്രദാസ് മുന്നോട്ട് കയറി. ഞാൻ അവരെ കൊണ്ടുപോകുന്നതല്ലടാ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ എൻ്റെ കൂടെ വരുന്നതാ. ഈ നാട്ടുകാരെ സാക്ഷി നിർത്തിയാ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോകുന്നത്. ദേവുവിൽ എനിക്ക് പിറന്ന കുട്ടികളായിവർ. കേറു മക്കളെ. വന്ദനയെ പിടിച്ചു വലിച്ച് വൃന്ദ വണ്ടിയിൽ കയറുന്നത് നെഞ്ചു പൊട്ടി മുകുന്ദനുണ്ണി നോക്കി നിന്നു. വന്ദന ഉണ്ണിമോളെ പിടിച്ചു കയറ്റിയതും അവളുടെ കൈ തട്ടിയെറിഞ്ഞ് ഉണ്ണിമോൾ അലറിക്കരഞ്ഞ് മുകുന്ദനുണ്ണിയുടെ നേരെ ഓടി. അച്ഛാ! ചന്ദ്രദാസ് അവളെ പിടിച്ചു നിർത്തി. വന്ദന ഓടി വന്ന് ഉണ്ണിമോളെ വലിച്ചെടുത്ത് വണ്ടിയിൽ തള്ളിക്കയറ്റി. അവൾ കയറിയതും ചന്ദ്രദാസ് ഡോറടച്ചു. ചന്ദ്രദാസ് മുകുന്ദനുണ്ണിയുടെ നേരെ ചെന്നു. കണ്ടില്ലേ, ഒരു രാത്രി കൊണ്ട് അവർ നിന്നെ തള്ളിപ്പറഞ്ഞു. നീ അവരുടെ ആരുമല്ലെന്ന്. നിന്നെ കാണുന്നത് അവർക്ക് ഭയമാണെന്ന്. ചോരയുടെ മണമാ നിനക്കെന്ന്. ഇത്രയേ ഉള്ളൂ വളർത്തച്ഛനോട് മക്കൾക്കുള്ള കടപ്പാട്. നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. നീ ഇനി എന്തൊക്കെ ചെയ്താലും അവർ നിന്റെ കൂടെ വരില്ല. കാരണം അവരുടെ മുമ്പിൽ നീ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരന്യപുരുഷനായി മാറിക്കഴിഞ്ഞു. 3 പെൺകുട്ടികളാവർ. മാനത്തിൻ്റെ വില എന്താണെന്ന് അവർക്കറിയാം. നിന്നെ അവർ വിശ്വസിക്കില്ല. നിന്റെ നോട്ടത്തിൽ പോലും അവർ കാണുന്നത് മറ്റു പലതുമാ. മുകുന്ദനുണ്ണിയുടെ നെഞ്ചിലേക്ക് ചന്ദ്രദാസ് കുത്തിക്കയറ്റിയത് ഒരു ശൂലമായിരുന്നു. ഇനി നീ അവരെ തേടി വരരുത്. വന്നാൽ അവരെയും കൊണ്ട് ഞാൻ കോടതിയിലേക്ക് പോകും. എനിക്കെൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തണം. യോഗ്യരായ ചെറുപ്പക്കാരുടെ കയ്യിൽ അവരെ സുരക്ഷിതരാക്കണം.
17 വർഷം നീ എൻ്റെ മക്കളെ സംരക്ഷിച്ചതുകൊണ്ട് മാത്രം നീ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ പൊറുക്കുകയാണ്. ഇനി നിന്നെ ഞാനും എൻ്റെ മക്കളും ഒരിക്കലും കാണാതിരിക്കട്ടെ. ചന്ദ്രദാസ് തിരിഞ്ഞു നടന്നു. അയാൾ ചെന്ന് സ്കോർപിയോയിൽ കയറി. വണ്ടി മുന്നോട്ടു പോകുമ്പോൾ ഉണ്ണിമോളുടെ കരച്ചിൽ കേട്ടു. 2 കൈയും ശിരസിൽ തല്ലി മുകുന്ദനുണ്ണി മുറ്റത്തേക്ക് മുട്ടുകുത്തി നിന്നു. അത്യുച്ചത്തിൽ അയാൾ പൊട്ടിക്കരഞ്ഞു. പോയല്ലോ മക്കളെ, എൻ്റെ പൊന്നുമക്കൾ അച്ഛനെ വിട്ടുപോയല്ലോ. ചന്ദ്രദാസിൻ്റെ ക്വാർട്ടേഴ്സിന് താഴെ സ്കോർപിയോ ചെന്ന് നിന്നു. ഡോർ തുറന്ന് ചന്ദ്രദാസ് പുറത്തിറങ്ങി. അയാൾ പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. ഇറങ്ങി വാ മക്കളെ. ഉണ്ണിമോളെയും പിടിച്ച് വന്ദന ഇറങ്ങി. ചന്ദ്രദാസ് വൃന്ദയുടെ കൈപിടിച്ച് ഇറക്കി. പഴയ കുറേ കെട്ടിടങ്ങളല്ലാതെ അവിടെ ആൾവാസമുള്ളതായി വന്ദനയ്ക്ക് തോന്നിയില്ല. ഒരു ഭാഗം കാടാണ്. മുന്നിൽ ഡാമിൻ്റെ വെള്ളക്കെട്ട് കാണാം. അച്ഛൻ ഇവിടെയും വരുമോ ചേച്ചി? വൃന്ദ പേടിയോടെ വന്ദനയെ നോക്കി. മുകുന്ദൻ എങ്ങനെ ഇവിടെ വരാനാ മോളെ? അയാളെ കയ്യോടെ പോലീസ് പിടിച്ചത് മോള് കണ്ടതല്ലേ? ഇനി പോലീസിൻ്റെ കയ്യിൽ നിന്ന് ചാടി വന്നാലും നമ്മളെ രക്ഷിക്കാനല്ലേ ഈ അങ്കിളുമാര്? കാറിൽ നിന്ന് ഇറങ്ങിയ ഗുണ്ടകളെ നോക്കി ചന്ദ്രദാസ് ചിരിച്ചു. അവരെ കണ്ടപ്പോൾ വന്ദനയ്ക്ക് ഭയം തോന്നി. ശരീരം കൊത്തിപ്പറിക്കുന്ന നോട്ടമായിരുന്നു. ദയാദാക്ഷിണ്യമില്ലാത്ത 4 മുട്ടാളന്മാർ. ഇതാണ് അച്ഛൻ്റെ ക്വാർട്ടേഴ്സ്. അയാൾ സ്വയം അച്ഛൻ ചമഞ്ഞു കഴിഞ്ഞെന്ന് വന്ദന ഓർത്തു. ഇന്ന് രാത്രി ഇവിടെ കഴിയാം. നാളെ കൂടുതൽ സൗകര്യമുള്ള ഒരു വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് മാറാം. അതിനുള്ള ഏർപ്പാടൊക്കെ അച്ഛൻ ചെയ്തോളാം. നിങ്ങൾക്കൊരു കുറവും വരാതെ അച്ഛൻ നോക്കിക്കൊള്ളാം. ചന്ദ്രദാസ് ഒരു ഗുണ്ടയുടെ നേരെ തിരിഞ്ഞു. സക്കീറേ, എൻ്റെ മക്കൾ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല. നീ ഒരാളെ വിട്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിക്ക്. പിന്നെ ബ്രെഡും ബിസ്ക്കറ്റും കുറച്ച് പഴവും വാങ്ങിക്കൂ. ശരി സാറേ. സക്കീറിൻ്റെ നോട്ടം വന്ദനയെ വലയം ചെയ്തു നിന്നു. മക്കൾ വാ. വൃന്ദയുടെ കൈപിടിച്ച് ചന്ദ്രദാസ് പടികൾ കയറി. കാറിക്കരഞ്ഞ ഉണ്ണിമോളെ ബലമായി പിടിച്ച് വന്ദന കൂടെ ചെന്നു. എല്ലാവരും ക്വാർട്ടേഴ്സിൻ്റെ വരാന്തയിലേക്ക് കയറി. ഇവിടെ വലിയ സൗകര്യമൊന്നുമില്ല. മക്കൾ ഇന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങളെയും കൊണ്ട് പോകാൻ മറ്റൊരിടമില്ലാഞ്ഞിട്ടാ. വാ, മുറി കാണിച്ചു തരാം. അകത്തേക്ക് ചന്ദ്രദാസ് അവരെ നയിച്ചു. അവിടെ ഒരു കട്ടിലും മേശയും കസേരയുമുണ്ട്. അടുക്കും ചിട്ടയുമില്ലാതെ അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു. ആകെയുള്ള ചെറിയ മുറിയിലേക്ക് അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി. മുറി അയാൾ പൊടിയടിച്ച് വൃത്തിയാക്കിയിരുന്നു. കട്ടിലിൽ മെത്തയും തലയിണയുമുണ്ട്. മാറിയിടാൻ ഡ്രസ്സൊന്നുമില്ലെന്ന സങ്കടം വേണ്ട. നാളെ പോയി 3 ആൾക്കും ഡ്രസ്സ് എടുത്തു തരാം. ഇപ്പോൾ വിശ്രമിച്ചോ. ഫുഡ് ഇപ്പോൾ കൊണ്ടുവരും. ചന്ദ്രദാസ് വാതിൽക്കലെത്തിയിട്ട് തിരിഞ്ഞു. അയാളെക്കുറിച്ച് ഒരു പേടിയും വേണ്ട. മോള് വേണം അവർക്ക് ധൈര്യം കൊടുക്കാൻ. വന്ദനയോട് പറഞ്ഞിട്ട് ചന്ദ്രദാസ് പുറത്തേക്ക് പോയി. പുറത്തുനിന്ന് അയാൾ വാതിൽ ചാരി. അച്ഛനെ പോലീസ് കൊണ്ടുപോയി കാണും അല്ലേ ചേച്ചി? വൃന്ദ ചോദിച്ചു. വന്ദന ഒന്നും പറഞ്ഞില്ല. വിങ്ങിക്കൊണ്ടു നിന്ന ഉണ്ണിമോളെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി. അവളും ഇരുന്നു. നമ്മളിനി അങ്കിളിൻ്റെ കൂടെയാണോ ചേച്ചി ജീവിക്കുന്നേ? അടുത്ത് വന്നിരുന്നിട്ട് വൃന്ദ ചോദിച്ചു. ഉണ്ണിമോളെ ചേർത്തണച്ച് വന്ദന അവളുടെ ശിരസ് തഴുകി. മനസ്സിൽ അവളൊരു തീരുമാനം ഉറപ്പിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ്റെ കൂടെയുള്ള ജീവിതം ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ജന്മം തന്നെന്ന് മാത്രം പറഞ്ഞാൽ ഒരാൾ എങ്ങനെ അച്ഛനാവും? മക്കളെ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയാണ് അയാൾ കാണിക്കുന്നത്. ഈ രാത്രി ആ വീട്ടിൽ കുട്ടികളുമായി കഴിയാൻ പറ്റില്ല എന്ന് ഉറപ്പായിട്ടാണ് കൂടെ ഇറങ്ങിയത്. ഇന്ന് പോകാൻ പറ്റിയ ഒരിടമില്ല. നാളെ കുട്ടികളുമായി തറവാട്ടിലേക്ക് പോകണം. ആ ലക്ഷ്യം മനസ്സിൽ വെച്ചാണ് അവരുടെ കൈപിടിച്ച് ഇറങ്ങിയത്. ചെറിയമ്മയും ചെറിയച്ഛനും ഒരിക്കലും തള്ളിക്കളയില്ല. ചെറിയമ്മയുടെ മുഖം കറുത്താലും അതല്ലാതെ മറ്റൊരു അഭയസ്ഥാനമില്ല. വന്ദന കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന പേഴ്സ് തുറന്നു. അതിൽ നിന്ന് അവൾ 500ൻ്റെ 4 നോട്ടുകൾ എടുത്തു നിവർത്തി. 10ൻ്റെയും 20ൻ്റെയും വേറെ നോട്ടുകളും പേഴ്സിലുണ്ടായിരുന്നു. ട്യൂഷൻ സെൻറ്ററിൽ ഫീസ് കൊടുക്കാൻ അച്ഛൻ തന്ന രൂപയാണ്. രാവിലെ കൊടുക്കാൻ മറന്നുപോയത് ഭാഗ്യമായി. ഇതെന്തിനാ ചേച്ചി? നോട്ടുകൾ കണ്ട് വൃന്ദ ചോദിച്ചു. നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്ന് പോണം മോളെ. ഉണ്ണിമോൾ കരച്ചിലടക്കി എഴുന്നേറ്റു. നമ്മൾ എവിടെ പോവും ചേച്ചി? വൃന്ദ ചോദിച്ചു. ഒറ്റപ്പാലത്തേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക്. ഇനി നമ്മളെ രക്ഷിക്കാൻ ചെറിയമ്മയ്ക്കേ കഴിയൂ. സത്യമാണോ? കരച്ചിലടക്കി ഉണ്ണിമോൾ ചോദിച്ചു. അതേ മോളെ, നമ്മൾ നാളെ അങ്ങോട്ട് പോകും. മോളിനി കരയരുത്. നമ്മൾ കുറച്ച് ധൈര്യം കാണിക്കണം. ഉണ്ണിമോൾ തലയാട്ടി. അവളുടെ മുഖത്ത് ആശ്വാസം പ്രകടമായി. നമുക്ക് അങ്ങോട്ട് പോകാം ചേച്ചി. വൃന്ദ അവളുടെ കയ്യിൽ പിടിച്ചു.
ഒന്നും ചിന്തിക്കാതെയല്ല ചേച്ചി നിങ്ങളെയും കൊണ്ട് അയാളുടെ കൂടെ വന്നത്. എത്ര ദുഷ്ടനാണെങ്കിലും അച്ഛനെന്ന് പറയാൻ നമുക്ക് ഒരാളേയുള്ളൂ. ഇനി മറ്റൊരാൾ നമുക്ക് അച്ഛനാവില്ല. വന്ദനയുടെ കണ്ണ് നിറഞ്ഞു. അങ്കിൾ നമ്മളെ വിടുവോ ചേച്ചി? വൃന്ദ സംശയിച്ചു. അയാൾ നമ്മളെ എന്തു പറഞ്ഞു തടയും? അയാൾ നമ്മുടെ ആരുമല്ല. അയാൾ പറയുന്നതൊന്നും നമ്മൾ അനുസരിക്കാനും പോകുന്നില്ല. തടയാൻ വന്ന വന്ദന ആരാണെന്ന് അയാൾ അറിയും. അവളുടെ മുഖം കടുത്തു. അച്ഛൻ എന്തിനാ ചേച്ചി അമ്മയെ കൊന്നത്? കൊല്ലാതിരുന്നെങ്കിൽ നമ്മൾ അച്ഛനെ വിട്ട് എങ്ങും പോവില്ലായിരുന്നു. എന്ത് സ്നേഹമായിരുന്നു അച്ഛന്. വൃന്ദ ഏങ്ങിക്കരഞ്ഞു. അച്ഛന് നമ്മളോട് സ്നേഹം കൂടിയിട്ടാ മോളെ. വന്ദന അവളെയും അടക്കി പിടിച്ചു. ചേച്ചി ഫോൺ എടുത്തോ? അതെവിടെ വെച്ചെന്ന് അറിയില്ല. രാവിലെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചതാ. ഫോൺ ഉണ്ടായിരുന്നേൽ ചെറിയമ്മയെ വിളിക്കായിരുന്നു. അയാൾ പറയുന്നതൊക്കെ നമ്മൾ അനുസരിച്ചു കൊള്ളണം. ഇന്ന് അയാളുടെ സംരക്ഷണം നമുക്ക് വേണം. നേരമൊന്ന് വെളുത്ത് കിട്ടിയാൽ നമ്മൾ പോവും. ഇപ്പോൾ ഒന്നും അയാൾ അറിയരുത്. വാതിലിന് പുറത്ത് ചന്ദ്രദാസ് കാതു കൂർപ്പിച്ച് നിൽപ്പുണ്ടായിരുന്നു. തന്ത ഞാനാണെങ്കിലും നിന്റെ വളർത്തുദോഷം അവർക്കുണ്ടല്ലോ മുകുന്ദ. പകയോടെ ചന്ദ്രദാസ് മുരണ്ടു. നീ എൻ്റെ മോളല്ലേടി വന്ദനെ. നീ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും. ഒരിടത്തും നിങ്ങൾ പോകില്ല. ഇരുട്ടിൽ ഒരു ശില പോലെ മുകുന്ദനുണ്ണി വരാന്തയിൽ ഇരുന്നു. മുറ്റത്തും ഗേറ്റിലുമൊക്കെ ആളുകൾ ചലിക്കുന്നതൊന്നും അയാൾ അറിഞ്ഞില്ല. കിളികൾ ഒഴിഞ്ഞ കൂടുപോലെയായി മുകുന്ദനുണ്ണിയുടെ വീട്. അശോകൻ വന്ന് അടുത്തിരുന്നു. അയാൾ തോളിൽ കൈവച്ചു. മുകുന്ദ. അയാൾക്ക് ജീവനുണ്ടോ എന്ന് പോലും അശോകൻ ഭയന്നുപോയി. ഞാൻ നിന്നെ സംശയിക്കില്ല മുകുന്ദ. എനിക്കറിയാം നിനക്ക് ദേവുവിനെ നോവിക്കാൻ പോലും കഴിയില്ലെന്ന്. അതിനും പ്രതികരണമുണ്ടായില്ല. ദേവു ഇറങ്ങിപ്പോയതാ. അവൾ കടുങ്കൈ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് അവളെ കണ്ടുപിടിക്കും. അമ്മ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ നിന്റെ മക്കൾ തിരിച്ചു വരും. നീ എഴുന്നേൽക്ക്. അശോകൻ കൈ പിടിച്ച് ഉയർത്തി തോളിൽ കയറ്റി എഴുന്നേൽപ്പിച്ചു. പ്രയാസപ്പെട്ട് ഹാളിൽ കൊണ്ടുപോയി സെറ്റിയിൽ ഇരുത്തി. സെറ്റിയിലേക്ക് മലച്ച് അയാൾ കണ്ണുകൾ അടച്ചിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കരുതി കുറേ നേരം അശോകനും അവിടെ ഇരുന്നു. രാത്രി വൈകിയപ്പോൾ വാതിൽ ചാരിയിട്ട് അശോകൻ വീട്ടിലേക്ക് പോയി. വെളുപ്പിന് അശോകൻ വരുമ്പോഴും മുകുന്ദനുണ്ണി അതേ ഇരിപ്പായിരുന്നു. അയാളെ കണ്ടപ്പോഴാണ് അശോകൻ്റെ മനസ്സ് തണുത്തത്. മുകുന്ദ. വിളി കേട്ട് മുകുന്ദനുണ്ണി കണ്ണു തുറന്നു. അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അടഞ്ഞ ഒച്ചയിൽ അയാൾ ചോദിച്ചു. ഇല്ല. മുകുന്ദനുണ്ണി ഒന്ന് നിശ്വസിച്ചു. എല്ലാവരും പറയുന്നത് പോലെ അവൾ ഡാമിൽ തന്നെ ഉണ്ടാവും. ഞാൻ കാണാൻ മോഹിച്ചത് അവൻ്റെ ശവം പൊന്തുന്നതാ. സംഭവിച്ചത് തിരിച്ചായല്ലോ. എനിക്കൊന്നും പറയാനുള്ള ശക്തിയില്ല മുകുന്ദ. അവളൊരു അവിവേകം കാണിച്ചിരുന്നുവെങ്കിൽ ഇതിനകം പോലീസ് വിവരമറിയേണ്ടതാ. അങ്ങനൊന്നും സംഭവിച്ചതായി വിവരമില്ല. വല്ല പരിചയക്കാരുടെയും വീട്ടിലേക്ക് പോയതാവുമോ? തറവാട്ടിലേക്ക് അവൾക്ക് പോകാനാവില്ല. ജീവിക്കാനുള്ള ആഗ്രഹവും അവളിലുണ്ടാവില്ല. എനിക്കത് നന്നായിട്ടറിയാം. ഡാമിൽ തന്നെ അവൾ ജീവിതം അവസാനിപ്പിച്ച് കാണും. ചന്ദ്രദാസിൻ്റെ ചീഞ്ഞു വീർത്ത ശവം കാണാൻ കാത്തിരുന്ന എനിക്ക് ദേവുവിൻ്റെ ശരീരം കാണാനാ വിധി. എനിക്കതിന് കഴിയില്ല അശോക. മുകുന്ദനുണ്ണി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. കുട്ടികളുടെ മുറിയിലേക്ക് അയാൾ കടന്നു. മേശയിൽ കുട്ടികളുടെ പുസ്തകവും നോട്ടുബുക്കുകളും ഇരിപ്പുണ്ട്. ഒരു ഭാഗത്ത് സ്കൂൾ ബാഗുകൾ. ഒന്നും എടുക്കാതെയാണ് മക്കൾ അച്ഛനെ ഭയന്ന് ഓടിപ്പോയത്. അച്ഛൻ കൊന്നുകളയുമെന്ന് ഭയന്നിട്ട്. മേശയ്ക്ക് മുന്നിൽ ചുമരിൽ കടലാസിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഉദ്ധരണി അയാൾ വായിച്ചു. ഐ എം പെർഫെക്റ്റ്. ഐ ക്യാൻ ഡു ഇറ്റ്. ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ. ഐ വിൽ ഓൾവേസ് വിൻ. ദിസ് ഈസ് മൈ ഡേ. എന്നും ഉറക്കമെഴുന്നേറ്റ് അതുറക്കെ വായിക്കണമെന്ന് വന്ദനമോൾ അനിയത്തിമാരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിജ്ഞ പോലെ അവർ അത് വായിക്കാറുണ്ട്. അച്ഛൻ്റെ കൂടെ മാത്രം ഈശ്വരനില്ല മക്കളെ. അച്ഛൻ തോറ്റുപോയി. എല്ലാ പരീക്ഷണങ്ങളിലും അച്ഛൻ തോറ്റു. ആത്മാവ് മരിച്ച ഒരുടൽ മാത്രമേ അച്ഛനുള്ളൂ. മക്കൾ നന്നായി വരും. കാണാമറയത്തിരുന്ന് ഓരോ നിമിഷവും അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം. നിങ്ങൾക്കൊപ്പം കഴിഞ്ഞ നിമിഷങ്ങൾ മാത്രം മതി അച്ഛന് ഇനിയുള്ള കാലം ജീവിക്കാൻ. നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചിട്ട് മുകുന്ദനുണ്ണി ഹാളിലേക്ക് വന്നു. അശോകൻ പുറത്തേക്ക് പോയിരുന്നു. ഷോക്കേസിനടുത്തേക്ക് അയാൾ ചെന്നു. 3 മക്കളും ഒന്നിച്ചുള്ള ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നടുവിൽ വന്ദനയും ഇരുവശത്തും വൃന്ദയും ഉണ്ണിമോളും. ആശ ടീച്ചർ കൊലക്കേസിൽ നിന്ന് മോചിതനായി വന്നപ്പോൾ ദേവയാനിയെയും മക്കളെയും കൂട്ടി തൊടുപുഴയിലെ ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് എടുത്തതാണ്. അയാൾ ഫോട്ടോ കയ്യിലെടുത്തു. 3 മുഖങ്ങളിലേക്കും നോക്കി. ഞങ്ങൾ കാര്യമില്ലെന്ന് പറഞ്ഞു പോയില്ലേ?
അച്ഛൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതിനു മാത്രമേ അച്ഛന് കഴിയൂ. ഇനി മക്കളെ ഭയപ്പെടുത്താൻ അച്ഛൻ വരില്ല. കണ്ണടയുമ്പോഴും നിങ്ങൾ 3 പേരും അച്ഛൻ്റെ നെഞ്ചിനുള്ളിലും ഈ ഫോട്ടോ അച്ഛൻ്റെ നെഞ്ചിന് മീതെയും ഉണ്ടാവും. ഫോട്ടോ നെഞ്ചോട് ചേർത്ത് മുകുന്ദനുണ്ണി പുറത്തേക്ക് വന്നു. തൊഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് അശോകൻ അങ്ങോട്ടേക്ക് വന്നു. നമുക്കൊന്ന് അന്വേഷിക്കാം മുകുന്ദ. അശോകൻ വീട് പൂട്ടി താക്കോലെടുക്ക്. അടുക്കള വാതിലൊന്ന് നോക്കണം. ശരി. അശോകൻ അകത്തേക്ക് പോയി. അടുക്കള വാതിൽ അടച്ച് കുറ്റിയിട്ട ശേഷം അയാൾ പുറത്തു വന്ന് പൂമുഖ വാതിലും പൂട്ടി. മുകുന്ദനുണ്ണി ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. അയാൾ അങ്ങോട്ട് ചെന്നു. വീടിൻ്റെ കീ കൊടുത്തു. മുകുന്ദനുണ്ണി താക്കോൽ വാങ്ങി. മുകുന്ദൻ നിൽക്ക്, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. അശോക, ഞാൻ പോവാ. അശോകൻ ഒന്ന് ഞെട്ടി. പോകാനോ? എവിടേക്ക്? മുകുന്ദനുണ്ണിയുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ആർക്കോ വേണ്ടിയുള്ള ജന്മമായിരുന്നു എൻ്റേത്. അത് പൂർത്തിയായി. അശോകനൊന്നും മനസ്സിലായില്ല. എൻ്റെ മക്കളെ അവരുടെ അവകാശി കൊണ്ടുപോയി. ഇനി തൊഴുത്തിലും മറ്റും കുറേ മിണ്ടാപ്രാണികളുണ്ട്. അതിന് പുല്ലരിഞ്ഞതും പാല് കറന്നെടുത്തതും അശോകനല്ലേ? ഇനി അതിൻ്റെ അവകാശി അശോകനാ. മുകുന്ദൻ എന്നതാ പറയുന്നത്? വളർത്തു മൃഗങ്ങളെ ഞാൻ അശോകനെ ഏൽപ്പിക്കുക. അശോകനെ വളർത്തുകയോ വിൽക്കുകയോ ചെയ്യാം. അതിന് ഒരവകാശി വരില്ല. അയാൾ പകച്ചുപോയി. മുകുന്ദൻ തമാശ പറയുവാണോ? 3 പശുക്കൾക്കും കിടാവുകൾക്കും കൂടി രൂപ എത്ര ലക്ഷം കിട്ടുമെന്നാ? എന്നെ മനസ്സിലാക്കിയ ഏക ആൾ അശോകനാ. എൻ്റെ മക്കളെ പരിചരിച്ചതുപോലെയാ ഞാൻ അവറ്റകളെയും നോക്കിയത്. അശോകൻ കൈയൊഴിയരുത്. അശോകൻ അന്താളിച്ചു നിന്നു. ഇതും ജീവനുള്ളതല്ലേ? അവറ്റകളുടെ ശാപം കൂടി ഏൽക്കാൻ എനിക്കിനി വയ്യ. മുകുന്ദനുണ്ണി ചെന്ന് വണ്ടിയിൽ കയറി. അശോകൻ ഓടിച്ചെന്നു. ദേവുവിനെപ്പറ്റി ഒരു വിവരവുമില്ലാത്ത നിലയ്ക്ക് മുകുന്ദൻ മാറി നിന്നാൽ പോലീസിന് സംശയം കൂടും. പോകരുതേ മുകുന്ദ. മക്കളുടെ ഫോട്ടോ വണ്ടിയിൽ വെക്കുന്നത് മുകുന്ദൻ കണ്ടു. ദേവുവിനെ കൊന്നത് ഞാനാണെന്ന് പോലീസിന് തെളിയിക്കാനായാൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ വരും. അല്ലെങ്കിൽ ഇനി മുകുന്ദനുണ്ണി മേലുകാവിലേക്കില്ല. അശോകൻ്റെ മുന്നിൽ നിന്ന് ബൊലേറോ ഇളകിപ്പോയി. തൊടുപുഴ സുകുമാരി അമ്മയുടെ വീട്ടിലേക്കാണ് മുകുന്ദനുണ്ണി നേരെ പോയത്. അയാളെ കണ്ട് സുകുമാരി അമ്മയും സിന്ധുവും ഓടി വന്നു. മോനെ മുകുന്ദ. സുകുമാരിയമ്മ പൊട്ടിക്കരഞ്ഞു. എല്ലാം അവരും അറിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ സിറ്റൗട്ടിലേക്ക് കയറിയതും സുകുമാരിയമ്മ വന്ന് പിടിച്ചു. പിഴച്ചു പോയല്ലോടാ മോനെ. നിന്റെ മക്കള് നിന്നെ വിട്ടുപോയല്ലേ? മുകുന്ദനുണ്ണി കണ്ണുകൾ ഇറുക്കിയടച്ച് നീർക്കണങ്ങൾ ഉടച്ചു. പ്രകാശൻ അങ്ങോട്ട് വന്നു. എന്നതാ മുകുന്ദ കേൾക്കുന്നതൊക്കെ? ഇന്നലെ രാത്രി ശശാങ്കനാ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞത്. രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ദേവു എവിടാണെന്ന് വല്ല വിവരവും ഉണ്ടോ? സിന്ധു ഉത്കണ്ഠയോടെ ചോദിച്ചു. അറിയില്ല. രാത്രി എപ്പോഴോ അവൾ ഇറങ്ങിപ്പോയി. എൻ്റെ മക്കളെ അവരുടെ അച്ഛനും കൊണ്ടുപോയി. നിന്നെ വേണ്ടെന്ന് വെച്ച് പോകാൻ അവർക്ക് തോന്നിയല്ലോ മോനെ. അവരെ കുറ്റപ്പെടുത്തരുതമ്മേ. അവരുടെ അമ്മയെ അച്ഛൻ കൊന്ന് ഡാമിൽ താഴ്ത്തിയെന്ന് ഒരു നാട് ഒന്നടങ്കം പറഞ്ഞാൽ അവർ സഹിക്കുമോ? അവർക്കിപ്പോൾ ഞാൻ ആരാ അമ്മേ? അമ്മയുടെ ഘാതകനായ ഒരന്യൻ. എന്നെ കാണുന്നത് പോലും അവർക്ക് ഭയവും വെറുപ്പുമാ. സുകുമാരി അമ്മയെ വിട്ടിട്ട് മുകുന്ദനുണ്ണി ചാരുപടിയിൽ ചെന്ന് തളർന്നിരുന്നു. ചന്ദ്രദാസിൻ്റെ കയ്യിൽ അവരെ വിട്ടുകൊടുക്കാൻ നീ തീരുമാനിച്ചോ? എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും അമ്മേ? ദേവുവിനെ കണ്ടുപിടിക്കണം. അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസം എനിക്കില്ല. 3 പേരും നടുങ്ങിപ്പോയി. അവളുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്തതാ സംഭവിച്ചിരിക്കുന്നത്. അവൾ വീട് വിട്ടുപോയത് ജീവൻ ഒടുക്കാൻ തന്നെയാണ്. ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ലല്ലോ. 2 നാൾ കൂടി കാത്തിരിക്കണം. ഡാമിൽ തന്നെ അവളുടെ ശരീരം പൊന്തും. അവൾ അത് തന്നെ ചെയ്തിട്ടുണ്ടാവും, എനിക്കുറപ്പാ. ഈശ്വര. സുകുമാരിയമ്മ വിലപിച്ചു. നിന്നെ ഈശ്വരൻ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു മോനെ? മുകുന്ദനുണ്ണി എഴുന്നേറ്റിട്ട് മടിക്കുത്തിൽ നിന്ന് വീടിൻ്റെ താക്കോൽ കൂട്ടമെടുത്ത് ചാരുപടിയിൽ വെച്ചു. അമ്മയെ ഞാനിത് ഏൽപ്പിക്കുക. എൻ്റെ മക്കൾക്ക് അമ്മ ഇത് കൊടുക്കണം. മുകുന്ദനുണ്ണിയുടെ എല്ലാം അവർക്കുള്ളതാ. ആ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മക്കളുടെ ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. സുകുമാരിയമ്മ മുന്നോട്ട് വന്നു. നീ എവിടെ പോകുന്നു? ഇനി എന്തിനാ അമ്മേ ഞാനിവിടെ കഴിയുന്നത്? നാട്ടുകാരുടെ മുന്നിൽ ഒരു പരിഹാസപാത്രമായിട്ടോ? എന്നതാ മുകുന്ദൻ്റെ തീരുമാനം? പ്രകാശൻ ചോദിച്ചു. എന്തു തന്നെയാണെങ്കിലും അത് ഞങ്ങളോട് പറ മുകുന്ദേട്ടാ. സിന്ധു അപേക്ഷ പോലെ പറഞ്ഞു. ദേവുവിൻ്റെ മരണം ഭയന്നിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. അവളുടെ ശവം കാണാനുള്ള കരുത്തില്ലാഞ്ഞിട്ടാ. അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ പോലീസിന് മുന്നിൽ ഞാൻ വരും. അശോകനോട് പറഞ്ഞത് തന്നെ അയാൾ ആവർത്തിച്ചു.
ഞാൻ ഇറങ്ങുവാ അമ്മേ. സുകുമാരിയമ്മയെ കടന്ന് അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. വന്ദന കണ്ണു തുറക്കുമ്പോൾ ഇരുമ്പ് വലയടിച്ച ചെറിയ ജനലിലൂടെ പ്രകാശം അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ചെറിയ കട്ടിലിൽ ഇരുവശത്തുമായി അവളെ ചുറ്റിപ്പിടിച്ച് വൃന്ദയും ഉണ്ണിമോളും തളർന്നുറങ്ങുന്നുണ്ട്. നേരം പുലർന്നെന്ന് വന്ദനയ്ക്ക് മനസ്സിലായി. അവർക്കിടയിൽ നിന്ന് അവൾ ഞെരുങ്ങി എഴുന്നേറ്റു. നിവർന്നു നിൽക്കാനുള്ള ശക്തിയില്ലായിരുന്നു അവൾക്ക്. തലേ ദിവസം ചന്ദ്രദാസ് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികൾ കെട്ടഴിക്കാതെ മേശയിൽ ഇരിപ്പുണ്ട്. ജനലിനടുത്തേക്ക് വന്ന് അവൾ പുറത്തേക്ക് നോക്കി. ഡാമിൻ്റെ ഒരു ഭാഗം കണ്ടതും അവൾ വിങ്ങിക്കരയാൻ തുടങ്ങി. ആ വെള്ളത്തിനടിയിൽ അമ്മയുണ്ടാകും. സമയം എന്തായെന്ന് അവൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. വന്ദന വന്ന് കുട്ടികളെ തട്ടിയുണർത്തി. രണ്ടുപേരും കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നു. നേരം വെളുത്തു, വാ നമുക്ക് പോകാം. രണ്ടുപേരെയും അവൾ കട്ടിലിൽ നിന്ന് പിടിച്ചിറക്കി. വാതിൽ തുറന്ന് കുട്ടികളുമായി വന്ദന പുറത്തേക്ക് വന്നു. ചന്ദ്രദാസ് കസേരയിലിരുന്ന് ചായ കുടിക്കുവാണ്. ആ, മക്കൾ ഉണർന്നോ? ഇരിക്ക്. അയാൾ മുന്നിലിരുന്ന ഗ്ലാസുകളിൽ ചായ ഒഴിച്ചു. ഇന്നലെ രാത്രി CI എന്നെ വിളിച്ചു. മുകുന്ദൻ പോലീസ് കസ്റ്റഡിയിലാ. ദേവുവിൻ്റെ ബോഡി കണ്ടെത്തുന്നതുവരെ നിങ്ങളെ എൻ്റെ കൂടെ നിർത്തണമെന്നാ CI പറഞ്ഞത്. അയാൾ ചായ ഗ്ലാസ് എടുത്ത് 3 പേർക്കും കൊടുത്തു. വൃന്ദ ആർത്തിയോടെ ചായ കുടിച്ചു. അയാൾ പറയുന്നത് എന്താണെന്നറിയാൻ വന്ദന കാത്തുനിന്നു. ചായ കുടിക്കും മക്കളെ. ഉണ്ണിമോളും വന്ദനയും ചായ കുടിച്ചു. നിങ്ങളെ ഒറ്റപ്പാലത്തുള്ള തറവാട്ട് വീട്ടിൽ എത്തിക്കാനാ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുട്ടികൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ബന്ധുക്കളുടെ കൂടെ നിൽക്കണമെന്നാ അവരുടെ തീരുമാനം. ദേവുവിൻ്റെ ബോഡി കിട്ടിയാൽ ബന്ധുക്കൾ വന്ന് തറവാട്ടിലേക്ക് കൊണ്ടുപോകും. എന്തായാലും മുകുന്ദൻ്റെ പറമ്പിൽ അവളെ അടക്കില്ല. വന്ദന ഒച്ചയില്ലാതെ കരഞ്ഞു. ഒരു കണക്കിന് പോലീസ് പറയുന്നത് ശരിയാ. അച്ഛൻ നിങ്ങളെ ഒറ്റപ്പാലത്തെ തറവാട്ടിലേക്ക് കൊണ്ടുപോവാ. ആശ്വാസത്തോടെ വൃന്ദ വന്ദനയെ നോക്കി. കുറച്ച് ദിവസം നിങ്ങൾ അവിടെ നിൽക്ക്. അതിനുള്ളിൽ അച്ഛനൊരു വീട് വാങ്ങുകയോ കിട്ടാതെ വന്നാൽ വാടക വീട് എടുക്കുകയോ ചെയ്യാം. അച്ഛൻ വന്ന് വിളിക്കുമ്പോൾ മക്കൾ വരണേ. അയാൾ ദൈന്യതയോടെ 3 പേരെയും നോക്കി. വന്ദന തലയാട്ടി. എത്രയും വേഗം തറവാട്ടിലെത്തിയാൽ മതിയെന്ന് അവൾ പ്രാർത്ഥിച്ചു. 3 പെൺകുട്ടികൾ അവർക്കൊരു ബാധ്യതയും പിന്നീട് ഭാരവുമാകും. മോൾക്കത് ഊഹിച്ചുകൂടെ? അച്ഛന് ഭൂമിയിൽ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാം. ചെറിയമ്മയെ ഒന്ന് വിളിച്ചാൽ മതി. ചെറിയമ്മ ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും, വന്ദന പറഞ്ഞു. നിങ്ങളുടെ ചെറിയമ്മ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അവരെ വിളിച്ചു വരുത്തി കൈമാറുകയാണോ നിങ്ങളുടെ അച്ഛനായ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടു ചെല്ലുകയല്ലേ വേണ്ടത്? എങ്കിലേ എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയൂ. അവളുടെ വാക്കുകളുടെ മുന അയാൾ ഒടിച്ചു. കുളിച്ച് ഫ്രഷാവാനൊന്നും നിൽക്കണ്ട. ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ. എന്തായാലും തലയൊന്ന് ചീകിക്കെട്ടി വെക്ക്. ഒരു യാത്ര പോകുന്നതല്ലേ. പാറിപ്പറന്ന് കിടക്കുന്ന അവളുടെ മുടിയിലേക്ക് നോക്കി അയാൾ പറഞ്ഞു. ചീപ്പും പൗഡറുമൊക്കെ മുറിയിലുണ്ട്. ചെല്ലുമക്കളെ. വന്ദന കുട്ടികളെയും കൂട്ടി മുറിയിലേക്ക് പോയി. വൃന്ദയുടെയും ഉണ്ണിമോളുടെയും തലമുടി ചീകി വന്ദന കെട്ടിവെച്ചു. അവളും മുടി കോതിയൊതുക്കി. അവർ പുറത്തേക്ക് വരുമ്പോൾ അയാൾ എഴുന്നേറ്റു. അച്ഛൻ വന്ന് വിളിക്കുമ്പോൾ കൂടെ വരില്ലേ? വന്ദന മൂളി. അത്ര പെട്ടെന്നൊന്നും അവരുടെ മനസ്സിലിടം നേടാൻ കഴിയില്ല എന്ന് ചന്ദ്രദാസിന് മനസ്സിലായി. ഈ ഒരടവ് പ്രയോഗിച്ചില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയേനെ. താൻ വീണ്ടും വിഡ്ഢിയായി തീർന്നേനെ. അവരെയും കൂട്ടി ചന്ദ്രദാസ് റോഡിലേക്ക് ഇറങ്ങി. എങ്ങോട്ടാ സാറേ? ഒന്നും അറിയാത്ത മട്ടിൽ ഒരാൾ ചോദിച്ചു. ഇവരെ തറവാട്ടിൽ കൊണ്ടുവിടാനാ CI വിളിച്ചു പറഞ്ഞത്. ഞാനിവരെയും കൊണ്ട് ഒറ്റപ്പാലത്തേക്ക് പോവുക. പോലീസ് അന്വേഷിച്ചു വന്നാൽ പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങൾ വരണ്ടേ സാറേ? എൻ്റെ മക്കളോടൊപ്പം ഞാൻ മതി. നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. കുറച്ച് കഴിയുമ്പോൾ ഡാമിൽ തിരച്ചിൽ തുടങ്ങും. ബോഡി കിട്ടിയ ആ വിവരം എന്നെ അറിയിക്കണം. ശരി സാറേ. സക്കീർ അർദ്ധഗർഭമായി ചിരിച്ചു. ചന്ദ്രദാസ് വണ്ടിയുടെ ഡോർ തുറന്നു കൊടുത്തു. കേറു മക്കളെ. വന്ദന ഉണ്ണിമോളെ പിടിച്ചു കയറ്റി. അവളും കയറി. പിന്നാലെ വൃന്ദയും കയറി. ചന്ദ്രദാസ് ഡോർ അടച്ചു. അയാൾ വണ്ടിയുടെ പിൻഭാഗത്തേക്കാണ് പോയത്. എന്നാ പിന്നെ ഞങ്ങൾക്ക് പോകാമല്ലോ? സക്കീർ ചോദിച്ചു. നിങ്ങൾ പോയിക്കോ. വാതിൽ പൂട്ടി താക്കോൽ ആ തൂണിൻ്റെ മുകളിൽ വെച്ചേക്ക്. ഇനി ഇവിടെ നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ഒരു സഹായം വേണ്ടി വന്നാൽ ഞാൻ വിളിക്കാം.
ചന്ദ്രദാസ് മക്കളെയും കൊണ്ട് സ്ഥലം വിട്ടെന്ന് നാട്ടുകാരെ അറിയിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ചന്ദ്രദാസ് വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. 3 പേരും ഒട്ടിച്ചേർന്ന് പിന്നിലിരിക്കുന്നത് ഗ്ലാസ്സിലൂടെ അയാൾ കണ്ടു. ചന്ദ്രദാസിന് മക്കൾ സ്വന്തം. തറവാട്ടിലേക്കല്ല മക്കളെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ചിരിയോടെ അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഇളകിയാടി വേഗത്തിൽ തന്നെ സ്കോർപിയോ മുന്നോട്ടേക്ക് കുതിച്ചു. കുട്ടികളെ 2 കൈകൊണ്ടും ചേർത്തണച്ച് വന്ദനയിരുന്നു. അവളുടെ ചുമലിലേക്ക് 2 പേരും ശിരസുകൾ ചേർത്തു വെച്ചു. തറവാട്ടിലെത്താൻ അവർ മോഹിച്ചു. ലക്ഷ്യത്തിലെത്താനുള്ള ത്വരയായിരുന്നു ചന്ദ്രദാസിന്. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി സൽമ റോയിസ്.